ഓ കണ്ടില്ലേ? കണ്ടില്ലേ? ഇത് കണ്ടായിരുന്നോ? കണ്ടായിരുന്നോ? വേണ്ട നടപടികളൊക്കെ അത് സ്വീകരിക്കണം. അല്ലെങ്കിൽ ഒരു പക്ഷേ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിനെ ഉപദ്രവിച്ചാലേ അത് ഉപദ്രവിക്കുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത്രയും ആൾക്കാർ വരുന്നില്ലേ, അപ്പം അത് കയറി കുത്തുമെന്നുള്ള ഒരു പേടി അല്ലേ? നമസ്കാരം. ഇത് ആറ്റിങ്ങലിൽ മണനാക്ക് കടക്കാവൂർ സർവീസ് സഹകരണ ബാങ്കാണ്. എൻ്റെ ഫ്രണ്ടിൽ കാണുന്ന കാഴ്ച അങ്ങ് കാണാൻ പറ്റുന്നത്. രാവിലെ പത്രത്തിൽ വാർത്തയ്ക്ക് വന്നു കഴിഞ്ഞു. അത് കണ്ടിട്ട് നമ്മൾ വന്നത്. മൊത്തം എന്താ പറയുക, തെനീച്ചയോ കടന്നലോ എന്നറിയില്ല. മൊത്തം നാട്ടുകാർക്കെല്ലാം ഭീഷണിയായിക്കൊണ്ടിരിക്കണം. ഇളകി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇത്രയും പേര് വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതൊന്ന് ഇളകി കഴിഞ്ഞാൽ മൊത്തം ആൾക്കാർക്കെല്ലാം വിഷയമാവും. അത് എങ്ങനെ നീക്കം ചെയ്യണമെന്ന് അറിയില്ല. നിങ്ങൾ ഈ വാർത്ത കണ്ടിട്ട് വന്നതാണ്. ചോദിക്കാം, നാട്ടിൽ ചോദിക്കാം. നമുക്ക് 4-5 പ്രാവശ്യം എടുത്തില്ലേ? വീണ്ടും വരികയാണോ? ഓ, ഇപ്പൊ ചെയ്യുന്നില്ലെന്നും. ഇളകി കഴിഞ്ഞാൽ എന്താ അവസ്ഥ? ഇളകി കഴിഞ്ഞാലേ എന്തായിരിക്കും അവസ്ഥ? അത് അതിന് ആളുണ്ട് കൊണ്ടുവരും. ഇങ്ങനെ വന്നോണ്ടിരിക്കല്ലേ. ഇത് ഇവിടെ ഇത്രയും ആൾക്കാർ വരുന്ന സ്ഥലം കൂടിയല്ലേ, സർവീസ് സഹകരണ ബാങ്കല്ലേ. വേറെ കുഴപ്പമൊന്നുമില്ല. ഇന്ന് രാവിലെ പത്രത്തിലെ വാർത്ത ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ഈ തേനീച്ച എങ്ങനെ വന്നിട്ട് ഭീഷണിയാണെന്നുള്ള വാർത്ത ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മള് വന്നത് അറിഞ്ഞിട്ടാ വന്നത്. അങ്ങനെയൊന്നുമില്ല, ഭീഷണിയൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ഞാൻ വന്നിട്ട് 15 വർഷമായില്ലേ ഈ സംഘത്തിൽ കയറിയിട്ട്. എനിക്ക് അറിഞ്ഞുകൂടിയപ്പെങ്കിൽ ഭീഷണിപ്പെടുത്തി ഒരു കുഴപ്പമില്ല. ഭീഷണിയല്ലേ അത്? ഭീഷണി തന്നെയാണ്. ഭീഷണി തന്നെയാണ്. എല്ലാം തുറന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അത് ഭീഷണി തന്നെയാണ്. അത് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ വളരെ ദോഷമാണ്. അദ്ദേഹം ജീവിക്കേണ്ട അവകാശം ഉണ്ടല്ലോ എന്ന് പറയില്ല നമ്മൾ. പക്ഷേ ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് ഇന്ന് പത്രത്തിൽ വാർത്തയൊക്കെ ഉണ്ട്. വാർത്ത കണ്ടായിരുന്നു? ഞാൻ അറിഞ്ഞിട്ടാ വന്നത്. അതെ അതെ. ഏതെങ്കിലും അതിനെ നോക്കിയാൽ എടുത്ത് മാറ്റിയാൽ വളരെ അതും ജീവിക്കാൻ അവകാശമുണ്ട് പറയുന്നില്ല. പക്ഷെങ്കിലും ഇത്രയും ജനങ്ങളെ വരുന്ന ശല്യം ഒന്നും ഉണ്ടായിട്ടില്ല എത്തുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇവിടെ അതിനെ ഉപദ്രവിച്ചാലേ അത് ഉപദ്രവിക്കുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ ശല്യം വരാൻ എനിക്കിന്നെ പേടിയാണ്. അത് വല്ല ഇളകി പറഞ്ഞു മാറ്റണം. അത് മാറ്റേണ്ടത് തന്നെയാണത്. പെട്ടെന്ന് അങ്ങാണം അത് ഇളകി വീണ് കഴിഞ്ഞാൽ കടന്നല് കുത്തി ഒരുപാട് മരണം ഉണ്ടായിട്ടുണ്ട്. മാറ്റണം. എല്ലാരും വരുന്നൊരു സ്ഥാപനം കൂടിയാണ്. അത്രയും ഭീഷണിയില്ലേ? ഉണ്ട്, ഭീഷണിയാണ്. എന്തെങ്കിലും നമ്മൾ ചെയ്യണമെന്നില്ല. എന്തെങ്കിലും ഇളകി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇത്രയും ആൾക്കാർ വരുന്നില്ലേ, അപ്പം അത് കയറി കുത്തുമെന്നുള്ള ഒരു പേടി അല്ലേ? അപ്പം പക്ഷെ ഇതുവരെ ആരെയും കൊത്തിയിട്ടില്ല. ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. കാണാം എന്തെങ്കിലും ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ. ചേച്ചി ഇത് കണ്ടായിരുന്നോ? കണ്ടായിരുന്നോ? എപ്പോഴാണോ ഇളവാ സാധനം. ഇളകി കഴിഞ്ഞാൽ പിന്നെ വരുന്ന എല്ലാവർക്കും വിഷയമാവും. ഇത് കടന്തനാണ്, അത് തേനീച്ചയാണ്. തേനീച്ച കടന്തലായിരിക്കും. പക്ഷെ ഇത് ഇളകി കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും? എന്താ ചെയ്യാൻ പറ്റുക? വാർത്ത വന്നു, പത്രത്തിലൊക്കെ വാർത്ത വന്നു. അതിനാണ് ഞങ്ങൾ എത്തിയത് ഇവിടെ. കടന്നൽ കുത്തിയുള്ള മരണമൊക്കെ അപൂർവമായിട്ട് നമ്മൾ കേൾക്കുന്ന സംഭവമാണ്. പക്ഷേ ഇതിപ്പോൾ ഒരു പുതു സ്ഥലമാണ്, എല്ലാവരും വരുന്ന സ്ഥലമാണ്. അപ്പോൾ വേണ്ട നടപടികളൊക്കെ അത് സ്വീകരിക്കണം. അല്ലെങ്കിൽ ഒരു പക്ഷേ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് വാർത്ത എന്തായാലും പത്രങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എത്തിയത്. നടപടി സ്വീകരിക്കുക. വിസ്മയസിനോട് ക്യാമറ അരുൺ സാറിനൊപ്പം ശ്രീകുമാർ സൈനിങ് ഓഫ്.